നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് മണിപ്രവാള പ്രസ്ഥാനം, കിളിപ്പാട്ട് പ്രസ്ഥാനം, വഞ്ചിപ്പാട്ട് പ്രസ്ഥാനം, ആട്ടക്കഥ പ്രസ്ഥാനം, തുള്ളൽ പ്രസ്ഥാനം. മണിപ്രവാള പ്രസ്ഥാനം 13-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനമാണ് മണിപ്രവാളം. മലയാളവും സംസ്കൃതവും കൂടി കലർന്ന സങ്കര ഭാഷയാണ് മണിപ്രവാളം. മണി മലയാളം, പ്രവാളം സംസ്കൃതം. മുത്തും പവിഴവുമാണ് മണിപ്രവാളം എന്ന വാക്കിൻ്റെ അർത്ഥം. 9-10 നൂറ്റാണ്ടുകൾക്കിടയിൽ ജീവിച്ചിരുന്നതായി കരുതുന്ന തോരൻ എന്ന കവി രചിച്ച ഒറ്റ ശ്ലോകങ്ങളാണ് ആദ്യത്തെ മണിപ്രവാള രചനകൾ. ക്രമദീപിക, ആട്ടപ്രകാരം ഇവ തോരൻ്റെ രചനകളാണ്. മണിപ്രവാളത്തിൻ്റെ രൂപവും രസാലങ്കാരങ്ങളും നിർണയിക്കുന്ന വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം. 8 ശില്പങ്ങളാണ് ലീലാതിലകത്തിൽ ഉൾപ്പെടുന്നത്. ഭാഷയിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം എന്നും ആദ്യ ഭാഷാ ശാസ്ത്ര ഗ്രന്ഥമെന്നും ലീലാതിലകം അറിയപ്പെടുന്നു. ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും പ്രാചീനമായ മണിപ്രവാള കാവ്യം വൈശിക തന്ത്രമാണ്. മലയാളത്തിലുണ്ടായ ആദ്യ ചമ്പുകാവ്യം ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുത്തേവി ചരിതം, ഉണ്ണിയാടി ചരിതം തുടങ്ങിയവ മലയാളത്തിലെ ആദ്യകാല ചമ്പുകാവ്യങ്ങളാണ്. മലയാള സാഹിത്യത്തിൽ മണിപ്രവാള പ്രസ്ഥാനത്തിൽ എഴുതിയ കൃതികളിൽ ഏറ്റവും പ്രസിദ്ധമായത് ഉണ്ണിനീലി സന്ദേശമാണ്. മണിപ്രവാള സാഹിത്യത്തിലെ അവസാന കൃതി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൃതി ചന്ദ്രോത്സവം, വാത്സ്യായന ശാസ്ത്രത്തിൻ്റെ പുനരാവിഷ്കരണം. ചെറുശ്ശേരി മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി എന്നറിയപ്പെടുന്നത് ചെറുശ്ശേരിയാണ്. ഉദയവർമ്മ രാജാവിൻ്റെ സദസ്സിലെ കവിയായിരുന്ന ചെറുശ്ശേരി ഋതുക്കളുടെ കവി എന്നാണ് അറിയപ്പെടുന്നത്. ഗാഥാപ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ചെറുശ്ശേരിയാണ്. ശുദ്ധ മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യമായി വിശേഷിപ്പിക്കപ്പെടുന്ന കൃതിയാണ് കൃഷ്ണഗാഥ. ശ്രീകൃഷ്ണ ചരിതം ആസ്പദമാക്കി രചിച്ചു. ഭാഷാവൃത്തത്തിൽ രചിച്ച ആദ്യ മഹാകാവ്യം കൃഷ്ണഗാഥ. ഇതിവൃത്തം ഭാഗവതം ദശമസ്കന്ധത്തിലെ കഥയാണ്. മഞ്ജരി വൃത്തത്തിലാണ് ഗാഥാവൃത്തം അഥവാ കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത്. കിളിപ്പാട്ട് പ്രസ്ഥാനം മലയാളത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ കാവ്യപ്രസ്ഥാനമാണ് കിളിപ്പാട്ട്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എഴുത്തച്ഛൻ. കിളിപ്പാട്ടിൽ ഏറെ ശ്രദ്ധേയമായ ഘടകങ്ങളാണ് അതിലെ ഭാഷയും വൃത്തവും. കേക, കാകളി, കളകാഞ്ചി, അന്നനട, മണികാഞ്ചി, മിശ്രകാകളി, ഊനകാകളി എന്നിവയാണ് പ്രധാനപ്പെട്ട കിളിപ്പാട്ട് വൃത്തങ്ങൾ. എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ്. ജന്മസ്ഥലം മലപ്പുറം ജില്ലയിലെ തിരൂർ. മലയാളത്തിലെ ആദ്യ കിളിപ്പാട്ടാണ് ആധ്യാത്മ രാമായണം കിളിപ്പാട്ട്. എഴുത്തച്ഛൻ രചിച്ച മറ്റു പ്രധാന കൃതികളാണ് മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, 24 വൃത്തം, ദേവീ മാഹാത്മ്യം എന്നിവ. തുഞ്ചത്തെഴുത്തച്ഛനെ വിഷയമാക്കി സി രാധാകൃഷ്ണൻ എഴുതിയ ചരിത്ര വ്യാഖ്യാനികയാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം. രാമായണം കിളിപ്പാട്ട് രചിച്ചത് കോട്ടയം കേരളവർമ്മയാണ്. കുഞ്ചൻ നമ്പ്യാർ രചിച്ച കിളിപ്പാട്ട് പഞ്ചതന്ത്രം കിളിപ്പാട്ട്. കേരളത്തിൽ ഭക്തിപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ കവിയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. മഹാകവി വള്ളത്തോൾ ആണ് പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത്. പൂന്താനത്തിൻ്റെ പ്രസിദ്ധ കവിതകളായ ശ്രീകൃഷ്ണ, കർണാമൃതവും ജ്ഞാനപ്പാനയും ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന മനോഹരമായ കവിതകളാണ്. വഞ്ചിപ്പാട്ട് പ്രസ്ഥാനം കേരളത്തിൻ്റെ ജലകേളിയായ വള്ളംകളിയോടൊപ്പം താളബോധത്തോടുകൂടി രചിച്ച കൃതിയാണ് രാമപുരത്ത് വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ഭാഗവതം ദശമസ്കന്ധത്തെ ആസ്പദമാക്കി രചിച്ചിരിക്കുന്ന വഞ്ചിപ്പാട്ട് കൃതിയാണ് കുചേലവൃത്തം വഞ്ചിപ്പാട്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭദ്രദീപ പ്രതിഷ്ഠയെക്കുറിച്ച് കൃതിയിൽ പരാമർശിക്കുന്നുണ്ട്. ആട്ടക്കഥാ പ്രസ്ഥാനം 17-ാം ശതകത്തിലാണ് ആട്ടക്കഥാ സാഹിത്യം ഉദയം ചെയ്യുന്നത്.
കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥ. രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം. കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം വികസിപ്പിച്ചെടുത്തത്. മലയാളത്തിലെ ആദ്യ ആട്ടക്കഥയായ രാമനാട്ടത്തിൻ്റെ രചയിതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. വീര വിരാട കുമാര വിഭോ എന്ന് തുടങ്ങുന്ന വരികൾ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. ഇരയിമ്മൻ തമ്പി രചിച്ച ആട്ടക്കഥകളാണ് ഉത്തരാസ്വയംവരം, കീചകവധം, ദക്ഷയാഗം. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടിൻ്റെ രചയിതാവും ഇരയിമ്മൻ തമ്പി തന്നെയാണ്. കോട്ടയത്ത് തമ്പുരാൻ്റെ ആട്ടക്കഥകളാണ് ഭഗവതം, കല്യാണ സൗഗന്ധികം, കീർമീരവധം, നിവാദ കവച, കാലകേയവധം. അശ്വതി തിരുനാളിൻ്റെ ആട്ടക്കഥകളാണ് അംബരീക്ഷചരിതം, രുക്മിണി സ്വയംവരം, പൂതനാമോക്ഷം, പൗണ്ഡകാവധം. കാർത്തിക തിരുനാളിൻ്റെ ആട്ടക്കഥകളാണ് സുഭദ്ര പ്രഹരണം, രാജസൂയം. മലയാളത്തിൻ്റെ ശാകുന്തളം അല്ലെങ്കിൽ കേരള ശാകുന്തളം എന്നിങ്ങനെ അറിയപ്പെടുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ. എല്ലാ ഗുണങ്ങളും തികഞ്ഞ ആട്ടക്കഥയായി അറിയപ്പെടുന്നു. നളചരിതം ആട്ടക്കഥ രചിച്ചത് ഉണ്ണായി വാര്യരാണ്. മഹാഭാരതം വനപർവ്വതത്തെ ആസ്പദമാക്കിയാണ് ഈ കൃതി രചിച്ചിരിക്കുന്നത്. ആരെയും അനുകരിക്കാത്ത, ആർക്കും അനുകരിക്കാനാവാത്ത കവി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഉണ്ണായി വാര്യരാണ്. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. NV കൃഷ്ണവാര്യർ രചിച്ച ആട്ടക്കഥകളാണ് ബുദ്ധചരിതവും ചിത്രാംഗതയും. കാവ്യം രണ്ട് വിധമുണ്ട്: ദൃശ്യം, ശ്രാവ്യം. കണ്ടു രസിക്കാവുന്നത് ദൃശ്യവും കേട്ട് രസിക്കാവുന്നത് ശ്രാവ്യവും. നാടകം, തുള്ളൽ, കഥകളി തുടങ്ങിയ അഭിനയ കലകൾ ദൃശ്യ വിഭാഗത്തിലും മഹാകാവ്യം, ഖണ്ഡകാവ്യം എന്നിവ ശ്രാവ്യ വിഭാഗത്തിലും വരുന്നു. തുള്ളൽ പ്രസ്ഥാനം. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. കേരളത്തിൻ്റെ ജനകീയ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ എന്ന വാക്കിനർത്ഥം നൃത്തം എന്നാണ്. 3 പ്രധാന തുള്ളൽ രൂപങ്ങളാണ് ഉള്ളത്: ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. മലയാളത്തിലെ പ്രഥമ തുള്ളൽ കൃതിയും കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതിയും കല്യാണ സൗഗന്ധികമാണ്. ശീതങ്കൻ തുള്ളൽ വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. തരംഗിണിയാണ് ഓട്ടൻ തുള്ളലിൻ്റെ പ്രധാന വൃത്തം. കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാന തുള്ളൽ കൃതികളാണ് സ്വമന്തകം, ഘോഷയാത്ര, സന്താന ഗോപാലം, കല്യാണ സൗഗന്ധികം, ഹരിണി സ്വയംവരം, ഭഗവതം, സഭാപ്രവേശം, പാഞ്ചാലി സ്വയംവരം, കീചകവധം, കൃഷ്ണലീല, ബാലി വിജയം. മറ്റു കൃതികൾ: നളചരിതം കിളിപ്പാട്ട്, ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം, കിരാതം വഞ്ചിപ്പാട്ട്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.